ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഇല്ലൂട്ടന് മുട്ടയടിക്കാനായിട്ട് പോവുകയാണ്. തിരുമലക്കോവിൽ അമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അച്ഛൻ കോവിൽ അവിടെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, കുറച്ച് ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പം ഇല്ലു ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് അവളെ. അതുകൊണ്ട് അവളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. കഴിക്കാൻ കൊടുത്തു, ഒന്നും കഴിച്ചില്ല, പാല് മാത്രം കുടിച്ച് അങ്ങ് വരെ പോയത്. അവളെല്ലാം കടുപ്പൊക്കെ കണക്കായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു. നമ്മൾ പാക്കറ്റിലെ ചപ്പാത്തി രാവിലെ പോകേണ്ടതുകൊണ്ട് പാക്കറ്റിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു. പിന്നെ അവളൊന്ന് ഓണായി വരുമായിരുന്നു. നമ്മൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾക്ക് അങ്ങനെ ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഭയങ്കര കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങിയ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും ഇല്ല, കാരണം ഞങ്ങൾ 3-4 പേരേ ഉള്ളായിരുന്നു. അത് തന്നെയല്ല, ഭയങ്കര വെയിലായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് പാടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ പോയത് നമ്മുടെ അച്ചൻകോവിൽ അമ്പലത്തിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി വെയിൽ, കാലൊക്കെ പൊള്ളി അതേ കണക്ക് തന്നെ അതുപോലെ വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മാറി നിന്നു. പിന്നെ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അമ്പലത്തിനകത്തെല്ലാം കയറി ഒന്ന് തൊഴുതു കേട്ടോ. ഈ അമ്പലത്തിൽ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഈ ഒരു പോർഷനിൽ ഭയങ്കര രസമാണ് കേട്ടോ. മൊത്തം മഞ്ഞളൊക്കെ വിതറി, നാഗദൈവങ്ങളുടെ മുകളിലായിട്ട് മഞ്ഞളൊക്കെ വിതറി. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ തേനീച്ചയെന്ന് തോന്നുന്നു, തേനീച്ചയൊക്കെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവാനും അല്ലാതെ യക്ഷിയമ്മയുടെ അടുത്തൊക്കെ തൊട്ടിലും അതേപോലെ തന്നെ കരിവള, അങ്ങനെ പട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പിന്നെ നമ്മൾ അവിടെ തന്നെ അടുത്ത് കറുപ്പസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അമ്പലം. ഞങ്ങളിപ്പോൾ കുറേ വട്ടം പോയിട്ടുണ്ട്. നമുക്ക് നെറ്റിയിൽ ഭസ്മമൊക്കെ തൊട്ട് തരും. അതുപോലെ തന്നെ അവിടുത്തെ പ്രസാദം തരുന്നത് നമ്മുടെ വേറൊരു ഇലയില്ലേ, മഞ്ഞളിൻ്റെയൊക്കെ ഇല പോലത്തെ ആ ഒരു ഇലയിലൊക്കെയാണ് പ്രസാദം. നല്ല നല്ല ചുമന്ന കളറിലെ നല്ല സിന്ദൂരം കേട്ടോ. ഇനി ഇല്ലുവിനെയും കൊണ്ട് ഞങ്ങൾ തിരുമലക്കോവിലോട്ട് പോവുകയാണ്. ഇല്ലുവിൻ്റെ മുടിയെല്ലാം പോവല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ദേഹമൊക്കെ തുടച്ചു നല്ല ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങളത് അമ്പലത്തിലോട്ട് കയറുകയാണ് കേട്ടോ. ഈ അമ്പലത്തിനെ പറ്റി എനിക്കൊന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതെന്ന്, പക്ഷെ ഞങ്ങൾ ഒത്തിരി വട്ടം സ്ഥിരമായിട്ട് പോകുന്നൊരു അമ്പലമാണ്. ഇല്ലു അകപ്പാടിങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവം എന്നുള്ള രീതിയിൽ. ഈ അമ്പലത്തിൻ്റെ കാര്യം പറയാൻ നല്ലൊരു മലമുകളിലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ എല്ലായിടവും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ടോക്കണൊക്കെ എടുക്കണമായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ മുടി എടുക്കാനായിട്ടുള്ള മുടി കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് പോയത്. സ്ഥലം വെച്ചാൽ അവിടെ അമ്പലത്തിൽ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇല്ലോട്ടാൻ ആദ്യമൊക്കെ ഈ തണുപ്പൊക്കെ നല്ല ചൂടല്ലേ, അതിൻ്റെ ഇടയ്ക്ക് നല്ല തണുത്തുള്ളതൊക്കെ തലയിലോട്ട് ചെന്നതിൻ്റെ ഒരു ഇതിൽ അവൾ നല്ല രീതിയിൽ അടങ്ങിയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ലുവിനെ തിരിച്ചിരുത്തി. അപ്പോഴത്തേക്കും ആൾ ബഹളം തുടങ്ങി. എന്തെന്നില്ലാത്തൊരു കരച്ചിലും ബഹളമൊക്കെ ആയി. തീരാറായി എന്നാൽ പോലും ഭയങ്കരമായിട്ട് സങ്കടമായി കരയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്തു.
അവളിങ്ങനെ വെട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇച്ചിരി ചോരയൊക്കെ വന്നു. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങളത് മഞ്ഞളൊക്കെ തേച്ച് ആളെ കുളിപ്പിച്ച് ആ മുടിയെല്ലാം കളഞ്ഞ് മഞ്ഞളല്ല കേട്ടോ, ചന്ദനം, അവിടുത്തെ ചന്ദനമൊക്കെ തേച്ച് ഇനി നമ്മൾ അകത്ത് കയറി തൊഴുതിട്ടൊന്നുമില്ല. ഇനിയിപ്പം ഇവളെ കുളിപ്പിച്ചെല്ലാം സെറ്റായി. ഇനിയിപ്പം നമ്മൾ അകത്ത് കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങും കേട്ടോ. ഇതൊക്കെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, നല്ല ഭംഗിയാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം വൈകുന്നേരം, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരമൊക്കെ പോകാനാണ്, നല്ല ഭംഗിയാണ്. പക്ഷേ ഇല്ലുവിന് മുട്ടയടിച്ചതിന് ശേഷം ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മുഖമൊക്കെ വീർപ്പിച്ച് ഇടയ്ക്ക് തലയിൽ പിടിക്കുന്നു, മുടി എവിടെ എന്നൊക്കെ നോക്കുന്നുണ്ട്, കഷ്ടം. നല്ല വെയിലാണ്. അതുപോലെ തന്നെ ഇവിടെ മുകളിലിരിക്കുമ്പോൾ ഭയങ്കര കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ മരത്തിൻ്റെ തണലിലൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കുകയായിരുന്നു. ഞങ്ങളും പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. മുകളിലത്തെ കടയിൽ നിന്നായതുകൊണ്ട് എന്ത് വാങ്ങിച്ചാലും നല്ല റേറ്റാണ്, കാരണം മലമുകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ. പിന്നെ അവിടെ ഒരു കുഞ്ഞുവാവയൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുവാവയോടൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ നേരെ റൂം എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ കുറേ തപ്പി, കുറേ കറങ്ങി തിരിഞ്ഞ് ഒരു പന്ന ഹോട്ടലിൽ തന്നെ, ഒരു ലോഡ്ജിൽ തന്നെ ഞങ്ങൾ വന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല ലോഡ്ജുകളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തോ ഒരിടത്ത് ഒത്തിരി കറങ്ങിയതില്ല, എവിടെയെങ്കിലും ചെന്നാൽ മതി എന്നുള്ള രീതിയിൽ കണ്ടത് കയറി. കുഴപ്പമില്ലായിരുന്നു. വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഒരു റൂമേ എടുത്തുള്ളൂ. എന്നാലും ഇങ്ങനെ ഒത്തിരി അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ചൂടല്ലേ, AC ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇല്ലുവിന് കുറുക്കൊക്കെ കൊടുത്തു, അവൾ കഴിക്കുകയൊക്കെ ചെയ്തത്. ഇങ്ങോട്ട് ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചപ്പം ഞങ്ങൾ പൊറോട്ട എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കഴിക്കത്തൊന്നുമില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇങ്ങനെ പൊറോട്ടയൊക്കെ എടുത്ത് തിന്നുന്ന പോലെ ആക്ഷൻ മാത്രമേ ഉള്ളൂ, ഒന്നും അകത്തോട്ട് ഇറക്കത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ആണ് നമ്മൾ തെങ്കാശി അമ്പലവും കൂടെ ഒക്കെ കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത്. ഇല്ലു മുട്ടയും കൂടെ അടിച്ചപ്പോഴത്തേക്കും ഭയങ്കര വികൃതിയായി, ഭയങ്കര ദേഷ്യമായി, എന്തൊക്കെയാണോ കാണിക്കണേന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയി കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരിടത്തുനിന്ന് ഫുഡ് കഴിച്ചു. ഇല്ലുവിന് ആൽബൽബിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാനങ്ങനെ മുട്ടയൊന്നും കൊടുക്കുന്നില്ല, പിന്നെ വണ്ടിയിൽ ഇത്ര നേരം അടങ്ങിയിരിക്കണ്ടേന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ടയേർഡായി. പിന്നെ കുളിച്ച് ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് അച്ഛൻ്റെ കൂടെ. ഒരു വിധത്തിൽ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടന്നു. ഒരു പേടി ഉണ്ടായിരുന്നു, ചൂടായതുകൊണ്ട് അവൾ നല്ല ബഹളം വെക്കും, പക്ഷേ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീഡിയോ. വെള്ളം കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.